എല്ലാവർക്കും ബ്ലീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഓരോരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോരോ ദിവസം കഴിയുമ്പോഴും പുതിയ ട്രാൻസ്ഫർ റൂമേഴ്സും ന്യൂസുമാണ് ഈ ഒരു ട്രാൻസ്ഫർ ലോകത്ത് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു രാത്രി ആക്ച്വലി രണ്ട് ന്യൂസുകളാണ് വന്നത്. ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചതും രണ്ടാമത് ലിവർപൂളിനെ സംബന്ധിച്ചതും. ലിവർപൂളിൻ്റെ ന്യൂസ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ന്യൂസ് ആദ്യം നോക്കാം. nighttimes.com എന്നൊരു ന്യൂസ് ആർട്ടിക്കിളിൽ വന്നത് ഡേവിഡ് ഓൺസ്റ്റീൻ, ഒരു റിലയബിൾ സോഴ്സാണ്. ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങിയതിന് ശേഷം വൺ ഓഫ് ദ റിലയബിൾ സോഴ്സാണ് ഡേവിഡ് ഓൺസ്റ്റീൻ. പുള്ളിക്കാരൻ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ന്യൂസ് ആർട്ടിക്കിളിനെ വെച്ച്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോൺടാക്ട് ബ്രൈറ്റൺ വയ ഇൻ്റർമീഡിയറീസ് ടു എക്സ്പ്ലോർ കണ്ടീഷൻസ് ഓഫ് ഡീൽ ഫോർ കാർലോസ് ബലേബ. Brighton do not plan to sell this summer and all sides aware move may be unrealistic. But Manchester United keen plus should know in coming days if possible or not. Athletic ആണ് അതൊരു ന്യൂസ് ആക്ച്വലി പുറത്ത് വിട്ടത്. ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിലേക്ക് ഒരു പുതിയ താരത്തെ നോക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു വാർത്ത. ആക്ച്വലി കഴിഞ്ഞ സീസണിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച വൺ ഓഫ് ദ മിഡ്ഫീൽഡറാണ് കാർലോസ് ബലേവ. എന്തുകൊണ്ടാണ് വേറെ പ്രീമിയർ ലീഗ് ടീമൊക്കെ പുള്ളിക്കാരുടെ പിറകെ പോകാത്തതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കസിമീറോ ഉണ്ട്, ഓക്കെ, മെയിനു ഉണ്ട്, ദാറ്റ്സ് ഓക്കെ. മെയിനു ആ ഒരു വന്ന സമയത്ത് നല്ല ഹൈപ്പിൽ വന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ സീസണിൽ കുറച്ച് ഡൗൺ ആയിരുന്നു പുള്ളിക്കാരൻ. അതുകൂടാതെ നമ്മൾ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതായിരുന്നു 2 ഗോളുകളാണ് മെയിനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കും അതുകൂടാതെ കസമീറോൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് വഴി 2 ഗോളുകളാണ് ലിവർപൂള് പ്രസ് ചെയ്തിട്ട് അടിച്ച് കയറ്റിയത്. അപ്പം ഒരു പുതിയ മിഡ്ഫീൽഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്തായാലും ഒരു റീബിൽഡ് ചെയ്തെങ്കിൽ, കൂടാതെ സെസ്കോയുടെ ഡീലും നടന്നാൽ ഈ ഒരു സീസണിൽ ഒരു പക്ഷേ കുറച്ചും കൂടിയും ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു ബലേബ ഡീല് ആക്ച്വലി ബ്രൈറ്റൺ സെല്ല് ചെയ്യില്ല എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ ബ്രൈറ്റൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ബലേബ. അപ്പം അവർ ഈ ഒരു യങ്സ്റ്ററെ സെല്ല് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡൊക്കെ വന്ന് വിളിക്കുമ്പോൾ പ്ലെയർക്ക് ഉണ്ടാവുമല്ലോ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ്. അപ്പം ഇതേപോലുള്ള ബിഗ് ക്ലബ്ബൊക്കെ വന്ന് വിളിക്കുമ്പോൾ പ്ലെയേഴ്സിന് ആക്ച്വലി ഒരു മനംമാറ്റം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും ഒരു സാധ്യത എന്ന് വരുന്ന 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു ഡീല് നടന്നാൽ ഒരു പക്ഷേ ബ്രൈറ്റൺ ഓക്കെ സെല്ല് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു നല്ല ഡീലായിരിക്കും ആക്ച്വലി. പ്രത്യേകിച്ച് അവരെ മിഡ്ഫീൽഡിൽ അവർ ഓൾറെഡി അറ്റാക്കിങ്ങിൽ 2 പ്ലെയർ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ സെസ്കോവും വരാൻ പോകുന്നു. അപ്പം ആക്ച്വലി 3 പ്ലെയേഴ്സ് അവർ അറ്റാക്കിങ്ങിൽ സെറ്റാണ്. ഇനി മിഡ്ഫീൽഡിൽ 1-2 പ്ലെയേഴ്സും കൂടി അവർക്ക് കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ടോപ്പ് 4 വേണ്ടി മത്സരിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിക്കും. പക്ഷേ മിഡ്ഫീൽഡിലേക്ക് ഇനി ആളെ എടുത്തില്ലെങ്കിൽ ടോപ്പ് 4 കുറച്ച് ടഫായിരിക്കും. രണ്ടാമത്തെ ന്യൂസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലിവർപൂളിൻ്റെ ഒരു ന്യൂസാണ്. ട്രാൻസ്ഫർ ന്യൂസ് ലൈവ് എന്ന് പറഞ്ഞ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ വന്നതാണ്. അപ്പം ബ്രേക്കിംഗ്, ലിവർപൂൾ ആർ ടാർഗറ്റിംഗ് എ മൂവ് to sign Bradley Barcola. PSG would demand a fee close to 100 million euros for the winger. The Premier League champions also have their eyes on Real Madrid Rodrigo. ഇത് ആക്ച്വലി അവരെ സോഴ്സ് എന്ന് പറയുന്നത് ലെക്യൂപ്പ് ആണ്. ലെക്യൂപ്പ് അതായത് ഫ്രഞ്ച് സ്പോർട്സ് മാഗസീനാണ്. ഏകദേശം 6.2 മില്യൺ സംതിങ് ഫോളോവേഴ്സൊക്കെ ട്വിറ്ററിലുള്ള ഒരു റിലയബിൾ സോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അവരുടെ ഒരു ട്വീറ്റും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അത് ഫ്രഞ്ചിലല്ല, ലിവർപൂളിൻ്റെ പേരൊക്കെ കാണുന്നുണ്ട്, ഞാനത് ട്രാൻസ്ലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ന്യൂസ് ശരിയാണെങ്കിൽ ലിവർപൂൾ ആ ജമ്പിങ് ബോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ റോഡ്രിഗോൻ്റെ ആ ഒരു മെൻഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ബ്രാഡ്ലി ബാർക്കോള നല്ല പ്ലെയറാണ്, നല്ല സ്പീഡി വിങ്ങറാണ്. പക്ഷെ 100 മില്യൺ യൂറോസൊക്കെ കുറച്ച് കൂടുതലല്ലേ എന്നെനിക്കൊരു സംശയം. അഥവാ അതിൽ കുറച്ച് ലിവർപൂൾ ആക്ച്വലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു സൈനിങ് ബെറ്റർ ആയിരിക്കും ലെഫ്റ്റ് വിങ്ങിലേക്ക്. കാരണം ലെഫ്റ്റ് വിങ്ങിൽ നമ്മൾ ഓൾറെഡി ഗാക്പോ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്ന ആ ഒരു ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന രീതിയിൽ ബാർക്കോളനെ കൊണ്ടുവരാൻ പറ്റിയാൽ അത് ലിവർപൂളിനൊരു നല്ല സൈനിങ് ആയിരിക്കും. പക്ഷേ ഇത് ഇപ്പോൾ വന്ന ന്യൂസാണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയം
11:30 രാത്രിക്ക്. അപ്പോൾ ആക്ച്വലി 1 മണിക്കൂർ മുന്നേ വന്ന ന്യൂസാണ്. ഇതിനി എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഒരു വലിയ ന്യൂസ് ചാനൽ ഇതേപോലുള്ള ഫോൾസ് റൂമേഴ്സൊക്കെ കൊണ്ടുവരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മേ ബി ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഈ റൂമേഴ്സിൻ്റെ ഒക്കെ ഒരു പോക്ക് വരവെന്നൊക്കെ. ലിവർപൂളിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫാൻസിന് ഒരു പോസിറ്റീവ് ന്യൂസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ലെറ്റ്സ് സി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്ര പ്ലെയേഴ്സിനെ സൈൻ ചെയ്യും, അതേപോലെ ലിവർപൂളിൻ്റെ സ്റ്റാൻസ്. ഡേവിഡ് ഓൺസ്റ്റൻ്റെ വേറൊരു ട്വീറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സെസ്കോൻ്റെ ഡീല് അഥവാ ന്യൂക്കാസിലിന് കിട്ടിയില്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയാൽ അത് ഇസാക്കിൻ്റെ ഒരു ഡീല്, ആ ഒരു സാഹചര്യവുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം സെപ്റ്റംബർ 1, അതായത് ആ ഒരു ഡെഡ് ലൈൻ തീരുന്നതിന് മുന്നേ വേറൊരു ന്യൂസും കൂടി കേൾക്കാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. അതായത് ഇസാക്കിൻ്റെ ട്രാൻസ്ഫർ ന്യൂസ് കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ട്വീറ്റും കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക പിടിമുറി നൽകുന്ന, പിടിച്ചിങ്ങനെ ഇരുത്തുന്ന ന്യൂസുകളൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. പ്രീമിയർ ലീഗ് തുടങ്ങാൻ ഇനി ഒരു 11 ദിവസം 10 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സി ഏതൊക്കെ ടീമുകളായിരിക്കും എത്ര പുതിയ പ്ലെയേഴ്സിനെ വാങ്ങിക്കൂട്ടൽ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി ചെൽസിയുടെ കാര്യത്തിലേക്ക് വന്നാൽ സാവി സൈമൺസും ഗർനാച്ചോ ഒക്കെ ഇപ്പം ചെൽസിയിലേക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ആഴ്സണലിൻ്റെ എസ്സേയുടെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം ഈ ഒരു വലിയ വലിയ ടീമൊക്കെ ഇനിയും പുതിയ പ്ലെയേഴ്സിനൊക്കെ വാങ്ങുന്നു എന്ന് നമുക്ക് കരുതാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ഈ ഒരു 2 ന്യൂസും അഥവാ ശരിയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.